ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് മറ്റൊരു ടോപ്പിക്കാണ്. അതായത് ജേസൺ വെബ് ടോക്കൺ JWT ടോക്കൺ വെച്ചിട്ട് എങ്ങനെയാണ് യൂസറിനെ ഓതന്റിക്കേഷൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കോഴ്സിന്റെ ഭാഗമല്ല, ഈ പ്രോജക്റ്റിന്റെ ഭാഗമല്ല. പക്ഷെ കുറെ റിക്വസ്റ്റ് വന്നത് കാരണം നമുക്കിത് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്? വെബ്സൈറ്റിൽ നിന്ന് ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് യൂസറിനെ വാലിഡേറ്റ് ചെയ്തിട്ട് നമ്മൾ സെഷൻ്റെ അകത്ത് യൂസറിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യും, അല്ലേ? അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോക്കൺ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ മാത്രം. ഓക്കെ, നമുക്ക് അടുത്ത ഒരു പ്രോജക്റ്റ് വരുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് API ബേസ്ഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് മാത്രമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ ഓൾറെഡി ലോഗിൻ എന്ന് പറഞ്ഞൊരു റൗട്ട് ഉണ്ട്, അല്ലേ? നമുക്ക് API/login എന്ന് പറഞ്ഞൊരു റൗട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ സെപ്പറേറ്റ് API എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഫയലിലൊക്കെ ആക്കണം. പക്ഷെ തൽക്കാലത്തിന് നമുക്ക് ഇതിനെ തന്നെ എഴുതാം. നമ്മൾ പുതിയ API/login എന്ന് പറഞ്ഞ പുതിയ റൗട്ട് എഴുതി, അല്ലേ? നമുക്കിനി ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോസ്റ്റ്മാൻ ആണ് യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ പോസ്റ്റ്മാൻ എടുത്ത് പുതിയൊരു ടാബ് എടുത്തു. മെത്തേഡ് എന്ന് പറയുന്നത് പോസ്റ്റ് ആയിരിക്കും, അല്ലേ? ഇവിടെ നമുക്ക് പോസ്റ്റ് ആയിരുന്നു, അതിനാൽ തന്നെ ഇത് പോസ്റ്റ് ആയിരിക്കും. ഇനി നമ്മുടെ URL എന്ന് പറയുന്നത് API/login. ഇനി ഇത് ബോഡിക്കകത്താണ് കൊടുക്കേണ്ടത്. ബോഡിക്കകത്ത് റോ ഡേറ്റ JSON ആയിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. യൂസർ നെയിം, പാസ്വേഡ്. ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്ന ഈ ഡേറ്റ നമുക്ക് ഇവിടെ കിട്ടണം. ലോഗിനിലല്ല, API/login കിട്ടണം. ഇവിടെ കിട്ടണം. യൂസർ നെയിം, പാസ്വേഡ്. ഇതുപോലെ തന്നെ റിക്വസ്റ്റ് ബോഡി വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ആ ഡേറ്റ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡേറ്റ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് റെസ്പോൺസ് സെൻഡ് ചെയ്യേണ്ടത് ഇത് API ആണ്. APIക്ക് നമ്മൾ റെസ്പോൺസ് സെൻഡ് ചെയ്യുന്നത് JSON ആയിട്ട് തന്നെയായിരിക്കും APIക്ക് പാസ് ചെയ്യുന്നത്. JSON എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റ് പോലെ സാധനമാണ്. അപ്പോൾ response.json എന്ന് പറഞ്ഞാൽ നമ്മൾ JSONിലായിരിക്കും നമ്മൾ ഈ ഒബ്ജക്റ്റ് പാസ് ചെയ്യുന്നത്. അപ്പോൾ response.jsonൻ്റെ അകത്ത് നമുക്ക് യൂസർ നെയിം, പാസ്വേഡ് ജസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കീയും വാല്യൂം സെയിം ആണെന്നുണ്ടെങ്കിൽ ഒരു പേര് മാത്രം കൊടുത്താൽ മതി, വാല്യൂ ഓട്ടോമാറ്റിക് അതിനകത്ത് സെറ്റ് ആയിക്കോളും. ഓക്കെ, ഇത് ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ഫീച്ചറാണ്. അപ്പോൾ നമ്മൾ കീയും വാല്യൂം ഡയറക്റ്റ് എടുത്തിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് ഡേറ്റ കിട്ടും. ഇവിടെ നമ്മൾ ഡേറ്റ കൊടുത്തിട്ടില്ല, ഞാനൊരു സെൻഡ് കൊടുക്കുന്നു. നമുക്ക് ഇവിടെ ഡേറ്റ കിട്ടുന്നില്ല. ഇതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ app.jsൽ ബോഡി പാർസർ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലേ? ബോഡി പാർസർ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ URL എൻകോഡറിന് മാത്രമേ ബോഡി പാർസർ യൂസ് ചെയ്തിട്ടുള്ളൂ. JSON ആണെന്നുണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ബോഡി പാർസർ നമ്മൾ എഴുതിയിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ സെപ്പറേറ്റ് എഴുതണം. ആപ്പ് യൂസ് ബോഡി പാർസർ ഡോട്ട് JSON, ബോഡി പാർസർ ഡോട്ട് JSON എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു ബോഡി പാർസർ വെച്ചിട്ട് URL എൻകോഡ് ചെയ്യാം, JSON എൻകോഡ് ചെയ്യാം. അതായത് JSON എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം, URL എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം, ടെക്സ്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, അല്ലേ? ബോഡി പാർസറിന്റെ രണ്ടാമത്തെ യൂസ് ആണ് JSON എക്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ബോഡി പാർസർ ഡോട്ട് JSON എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. ജസ്റ്റ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഡേറ്റ കിട്ടി. ഇത് എഴുതുന്ന സമയത്ത് മെയിനായിട്ട് ഓർത്തോണം, നമ്മൾ ബോഡി പാർസർ ഡോട്ട് JSON ഉണ്ടെങ്കിൽ JSON ഡേറ്റ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് റെസ്പോൺസ് JSON ഇവിടെ കിടക്കട്ടെ. ഇതിനിടയ്ക്ക് നമുക്ക് ഇതിന്റെ ഫംഗ്ഷനാലിറ്റീസ് ചെയ്യാം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ലോഗിൻ ചെയ്ത അതേ ഫംഗ്ഷനാലിറ്റീസ് തന്നെയാണ്. നമ്മൾ ഡേറ്റാബേസിൽ പോയിട്ട് ചെക്ക് ചെയ്യണം. ഡേറ്റാബേസിൽ പോയിട്ട് യൂസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ യൂസർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? യൂസർ ID സെഷൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ റീഡയറക്ട് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ നമുക്ക് കോഡെല്ലാം സെയിം ആണ്, അതുകൊണ്ട് നമുക്കിത് കോപ്പി പേസ്റ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ റെസ്പോൺസ് നമുക്കൊരു ടോക്കൺ ആണ് കൊടുക്കുന്നത്, അല്ലേ? നമ്മൾ ഇതിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തു. ഇനി വെയിറ്റ്, ഓക്കെ, നമ്മൾ അസിൻക്രണസ് ഓപ്പറേഷൻ കണ്ട് വെയിറ്റ് കൊടുക്കുന്നു. ഇനി ഐഡിയും യൂസർ പാസ്വേഡും എടുത്തിട്ട് ഡേറ്റാബേസിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ID വാല്യൂ ഉണ്ടെങ്കിൽ റെസ്പോൺസ് ഡോട്ട് സെൻഡ് ഇൻവാലിഡ് യൂസർ നെയിം പാസ്വേഡ് ഗിവൺ എന്നല്ലേ? നമുക്കിവിടെ അതിന് പകരമായിട്ട് API റെസ്പോൺസ് ആണ് കൊടുക്കുന്നത്, JSON ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് റെസ്പോൺസ് ഡോട്ട് JSON കൊടുക്കുക, നമ്മളൊരു മെസ്സേജ് കൊടുക്കുക, മെസ്സേജിന്റെ വാല്യൂ ആയിട്ട് കൊടുക്കുക. ഇതേ റെസ്പോൺസ് തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കേണ്ടത്, അല്ലേ? അതുകൊണ്ട് തന്നെ റെസ്പോൺസ് ഡോട്ട് JSON ഇവിടെയും നമ്മൾ അതേ വാല്യൂ കൊടുക്കുക, മെസ്സേജ് ആയിട്ട്. ഇനി ഈ കേസ് എന്താണ്? ഈ കേസ് ആണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? സക്സസ് ആയിട്ട് യൂസറിന്റെ ID കിട്ടുന്നത്, അല്ലേ? യൂസറിന്റെ ID കിട്ടി കഴിയുമ്പോൾ നമ്മൾ സെഷൻ്റെ അകത്തല്ല ഇനി സ്റ്റോർ ചെയ്യേണ്ടത്. നമ്മൾ ഇനി സ്റ്റോർ ചെയ്യേണ്ടത് നമ്മൾ ഈ റെസ്പോൺസിനകത്താണ് നമ്മൾ ടോക്കൺ കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ടോക്കൺ ഫസ്റ്റ് ജനറേറ്റ് ചെയ്യണം. JWT ടോക്കൺ ജനറേറ്റ് ചെയ്യണം. JWT ടോക്കൺ ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ JWT എന്താണെന്ന് ക്ലിയർ ആയിട്ട് പഠിക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിവിടെ ജസ്റ്റ് ഒരു റെസ്പോൺസ് കൊടുക്കാം. എന്താണ് നമ്മൾ റെസ്പോൺസ് വേണ്ടത്? സക്സസ് മാത്രം കൊടുക്കാം. എന്നിട്ട് ഒരു ടോക്കൺ കൂടെ കൊടുക്കാം. ഈ ടോക്കൺ എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എംപ്റ്റി സ്ട്രിംഗ് കൊടുക്കാം ഫസ്റ്റ്. നമുക്ക് പിന്നെ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ആവശ്യമില്ല, നമ്മൾ റിട്ടേൺ എടുത്ത് കളയുന്നു. ഇതിന്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിവിടെ എക്സിക്യൂഷൻ കഴിഞ്ഞു, അല്ലേ? ലാസ്റ്റ് ലൈൻ ഓഫ് എക്സിക്യൂഷൻ, അത് കഴിഞ്ഞിട്ട് റിട്ടേൺ ചെയ്യണം നമുക്ക് കാര്യം നമുക്കില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് റെസ്പോൺസ് ഡോട്ട് JSON കൊടുക്കുന്നു. എന്ത് ചെയ്യാം? ജസ്റ്റ് നമുക്കൊരു റെസ്പോൺസ് എന്താ കിട്ടുമെന്ന് നോക്കാം. സെൻഡ് കൊടുത്തു, നമുക്ക് എന്തോ എറർ വന്നു നോക്കാം.
cannot read property of undefined, id undefined അല്ലേ. അതായത് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഡേറ്റയ്ക്കകത്ത് റോ ഓഫ് സീറോ ഓഫ് ഐ ഡി എന്ന് പറയുന്ന സാധനം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഇത് ഫസ്റ്റ് നമുക്ക് റോ ഓഫ് സീറോ തന്നെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉള്ളത് കാരണം ശരിക്കും ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ റോ ഓഫ് സീറോ ആണ് അല്ലേ. റോ ഓഫ് സീറോ എന്തായാലും കാണുമെന്ന് നമുക്ക് നേരത്തെ അറിയാം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു അല്ലേ. റോ ഓഫ് സീറോ ഉണ്ടോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യണം. അതിനായിട്ട് നമുക്ക് റോസ് ഓഫ് സീറോ ആദ്യം ഉണ്ടോ എന്ന് നോക്കണം. ഇതില്ലെങ്കിൽ ഒന്നുകിൽ റോസ് ഓഫ് സീറോ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ റോസ് ഓഫ് സീറോ ഓഫ് ഐ ഡി ഇല്ലെങ്കിൽ ഈ ഒരു കേസ് കറക്റ്റ് ആയാൽ മാത്രമേ ഇപ്പുറത്തോട്ട് പോകത്തുള്ളൂ അല്ലേ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ വാല്യൂ ട്രൂ ആയി കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് കയറിപ്പോകും. അതായത് റോ ഓഫ് സീറോ ഇല്ലെങ്കിൽ, റോ ഓഫ് സീറോ ഇല്ല എന്നുള്ള ട്രൂ ആണെങ്കിൽ, അല്ലെങ്കിൽ റോ ഓഫ് സീറോ ഓഫ് ഐ ഡി ഇല്ലെങ്കിൽ, ഇതിൽ ഏതെങ്കിലും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്തോട്ട് കയറിപ്പോകും. ഇതാണ് നമ്മുടെ കേസ് അല്ലേ. അപ്പൊ നമുക്ക് ഇതൊന്ന് സേവ് ചെയ്ത് നോക്കി. ഇൻവാലിഡ് യൂസർ നെയിം പാസ്വേഡ് ഇരിക്കുന്നത് ഈ ഒരു കേസ് നമുക്ക് മേളിലും ഇതിനു മുമ്പ് നമ്മൾ പഴയ ലോഗിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്യണം അല്ലേ. ഇവിടെയും നമ്മൾ ചെക്ക് ചെയ്യണം റോ ഓഫ് സീറോ ഉണ്ടോ അതോ റോ ഓഫ് സീറോ ഓഫ് ഐ ഡി ഉണ്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞു. നമ്മൾ യൂസർ നെയിം ഓർ പാസ്വേഡ് നമ്മൾ ചെക്ക് ചെയ്തു. ഇൻവാലിഡ് യൂസർ നെയിം ഓർ പാസ്വേഡ് ഗിവൺ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ വെബ്സൈറ്റിൽ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് എന്തായിരുന്നു? ടെസ്റ്റ് യൂസർ ആയിരുന്നു അല്ലേ. ടെസ്റ്റ് യൂസർ പാസ്വേഡ് 1 2 3 4 5 6 ആണെന്ന് തോന്നുന്നു. നമുക്ക് ചെക്ക് ചെയ്യാം. സക്സസ് കാണിച്ച് ടോക്കൺ വന്നില്ല. നമ്മൾ ടോക്കൺ ജനറേറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് നമ്മൾ എന്താ പറയുന്നത് റെസ്പോൺസ് മാത്രം കാണിച്ച് സക്സസ് എന്ന് പറഞ്ഞു. ഇനി ഇവിടെ നമുക്ക് ഈ യൂസറിന് ഒരു ടോക്കൺ ജനറേറ്റ് ചെയ്യണം. ടോക്കൺ ജനറേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ JWT എന്താണെന്ന് നോക്കാം. JSON വെബ് ടോക്കണിനെയാണ് JWT എന്ന് പറയുന്നത്, അല്ലെങ്കിൽ JWT ടോക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താണെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ഇത് കോമ്പാക്റ്റ് ആണ്. എന്താണ് കോമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അതിനെ കുറിച്ചുള്ള എസെൻഷ്യൽ ഇൻഫർമേഷൻ എല്ലാം തന്നെ ആ ടോക്കണിന്റെ അകത്ത് സ്റ്റോർഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് എഫിഷ്യന്റ് ആയിട്ട് ട്രാൻസ്മിഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഏത് സ്ഥലത്താണോ ഇത് റിസീവ് ചെയ്യുന്നത് അവിടെ നിന്ന് ആ ടോക്കൺ വെച്ച് തന്നെ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കാനും അത് ടോക്കൺ ആക്റ്റീവ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് ഈസിലി പറ്റും. കാരണം ഇതേ ടോക്കണിന്റെ അകത്ത് തന്നെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എസെൻഷ്യൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് ഇത് സെൽഫ് കണ്ടെയ്ൻഡ് ആണ്. എന്താണ് സെൽഫ് കണ്ടെയ്ൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് കണ്ടെയ്ൻഡ് എന്ന് പറഞ്ഞാൽ JWTയുടെ പേലോഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതായത് അവിടെയാണ് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ, അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ നെയിം, യൂസറിന്റെ റോൾ, യൂസർ ID അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം തന്നെ ഈ പേലോഡിന്റെ അകത്ത് തന്നെയായിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പം JSON വെബ് ടോക്കണിന്റെ അകത്ത് നമ്മൾ ആദ്യം പറഞ്ഞത് ഇത് കോമ്പാക്റ്റ് ആയിരിക്കും, അതായത് എന്താണ് എസെൻഷ്യൽ ഇൻഫർമേഷൻ എല്ലാം ഇതിന്റെ അകത്ത് സ്റ്റോർ ആയിരിക്കും. രണ്ടാമത് പറഞ്ഞത് എന്താ സെൽഫ് കണ്ടെയ്ൻഡ് ആയിരിക്കും. സെൽഫ് കണ്ടെയ്ൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് നമ്മൾ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളെല്ലാം ഇതിന്റെ പേലോഡ് എന്ന് പറയുന്ന സെക്ഷൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. അതിനാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സെർവറിൽ പോയി ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളില്ല. യൂസറിന്റെ അതായത് ഈ ടോക്കൺ വെച്ചിട്ട് സെർവറിൽ പോയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ യൂസറിന്റെ ഡീറ്റെയിൽ ആണോ ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. എസെൻഷ്യൽ ഇൻഫർമേഷൻസും അതേപോലെ നമുക്ക് ആവശ്യം ഈ ടോക്കണിൻ്റെ അകത്ത് പാസ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളും നമുക്ക് അതിനകത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് സെൽഫ് കണ്ടെയ്ൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ യൂസ് കേസ് ആണ് പറഞ്ഞത്. അതിനാൽ തന്നെ സെൽഫ് കണ്ടെയ്ൻഡ് ആയത് കാരണം തന്നെ ഇടയ്ക്കിടയ്ക്ക് സെർവറിൽ പോയി ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ലുക്കപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെക്യൂർ ആണ്. സെക്യൂർ ആകാൻ കാര്യം എന്താണ്? അതൊരു ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം വെച്ചിട്ടാണ് ഈ JWT ടോക്കണിനെ സൈൻ ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇതിനെ ടാമ്പർ ചെയ്യാനോ ഡേറ്റ ഇന്റഗ്രിറ്റിക്ക് എന്തെങ്കിലും ഇഷ്യൂ വരാനോ ഒന്നും ചാൻസസ് വളരെ കുറവാണ്. നിങ്ങൾക്ക് ഓപ്ഷനലി ഇത് വേണമെങ്കിൽ ഈ കൊടുക്കുന്ന ഡേറ്റ വേണമെങ്കിൽ എൻക്രിപ്റ്റഡ് ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ മൂന്ന് കാര്യങ്ങളാണ്. JSON വെബ് ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പാക്റ്റ് ആണ്, സെൽഫ് കണ്ടെയ്ൻഡ് ആണ്, സെക്യൂർ ആണ്. ഇത്രയും ക്ലിയർ ആയോ? ഇനി ഒരു JSON വെബ് ടോക്കണിന് മെയിൻ ആയിട്ട് 3 സെക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. 3 സെക്ഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെഡർ ആയിരിക്കും, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പേലോഡ്, തേർഡ് വൺ എന്ന് പറയുന്നത് സിഗ്നേച്ചർ. അതായത് ഒരു JSON വെബ് ടോക്കൺ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഫസ്റ്റ് ഹെഡർ കാണും, പിന്നെ പേലോഡ് കാണും, പിന്നെ സിഗ്നേച്ചർ കാണും. ഓക്കെ, എന്താണ് ഹെഡർ? ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്കണിന് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റാഡേറ്റയിലായിരിക്കും അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തേക്കുന്നത്. അതായത് ഏത് അൽഗോരിതം വെച്ചിട്ടാണ് ഇത് സൈൻ ചെയ്യുന്നത്, അതായത് HS256 ആണോ RS256 ആണോ, അങ്ങനെ സൈൻ ചെയ്യുന്ന അൽഗോരിതം ഏതാണോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഈ ഹെഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ടോക്കണിനെ കുറിച്ചുള്ള മെറ്റാഡേറ്റയെല്ലാം സ്റ്റോർ ചെയ്യുന്നതാണ് ഹെഡർ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് പേലോഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പേലോഡിന്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണോ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ അകത്തൊരു യൂസറിന്റെ ഐഡന്റിഫയർ ഉണ്ടാവും, സബ്ജക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടോക്കണിന്റെ എക്സ്പയറി ടൈം ഉണ്ടാവും. അതൊരു ടൈം സ്റ്റാമ്പ് ആയിരിക്കും, എപ്പോഴാണ് ഈ ടോക്കൺ എക്സ്പയർ ആവുന്നുള്ളത്. ഒരു ഇഷ്യൂ ടൈം ഉണ്ടാവും. എന്നോട് പറയാം, നമുക്കൊരു സബ് ഉണ്ടാവും, അതായത് സബ്ജക്ട് ഉണ്ടാവും, ഒരു എക്സ്പയറി ഉണ്ടാവും,
ഒരു IAT എന്ന് പറയും. അതായത് എന്താ പറയുന്നത്, ഇഷ്യൂഡ് ആയിട്ട് ടോക്കൺ എപ്പോഴാണ് ഇഷ്യൂ ചെയ്തിരുന്നത്, അതും ഒരു ടൈം സ്റ്റാമ്പ് ആയിരിക്കും. എക്സ്പയറി ഒരു ടൈം സ്റ്റാമ്പ് ആയിരിക്കും. സബാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇനി നമ്മൾ ഹെഡർ പറഞ്ഞു, പേലോഡ് പറഞ്ഞു, മൂന്നാമത്തെയാണ് സിഗ്നേച്ചർ. സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ ഇന്റഗ്രിറ്റി എൻഷുർ ചെയ്യുന്നതും പേലോഡിന്റെ ഡീറ്റെയിൽസ്, പേലോഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നത്. ഈ സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യുന്ന ഒരു സീക്രട്ട് കീ വെച്ചിട്ടായിരിക്കും. അതായത് രണ്ട് അൽഗോരിതംസ് ആണ് മെയിൻലി ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് HMSC അൽഗോരിതം, അല്ലെങ്കിൽ RSA ഓർ ECDS അൽഗോരിതം എന്ന് പറയും. ഓക്കെ, സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഹെഡറിന്റെയും പേലോഡിന്റെയും ഇന്റഗ്രിറ്റിയെ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അതായത് ഈ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇത് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീക്രട്ട് കീ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിനെ സൈൻ ചെയ്യുന്നത്. HMSC അൽഗോരിതം. രണ്ടാമതുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൈവറ്റ് കീ വെച്ചിട്ട് രണ്ട് രീതിയിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈൻ ചെയ്യാൻ പറ്റും. അതായത് ഈ സിഗ്നേച്ചറിനെ സൈൻ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ വലുതായിട്ട് അറിയേണ്ട കാര്യമില്ല, ജസ്റ്റ് ചെയ്തു പോകുമ്പോഴത്തേനും അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, രണ്ടാമത്തെ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് അൽഗോരിതം ഉണ്ട്. ഒന്ന് RSA അല്ലെങ്കിൽ ECDS. ഈ രണ്ട് അൽഗോരിതംസ് വെച്ചും സൈൻ ചെയ്യാറുണ്ട്. അതായത് പ്രൈവറ്റ് കീ, നമുക്ക് എന്താണ് പറയുന്നത്, സിഗ്നേച്ചർ സൈൻ ചെയ്യുന്നത് ഒന്നുകിൽ ഒരു സീക്രട്ട് കീ വെച്ച് സൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കീ വെച്ചിട്ട്, അത് ഇതിലേതെങ്കിലും അൽഗോരിതംസ് വെച്ചിട്ട് നമുക്ക് സൈൻ ചെയ്യാം. ഓക്കെ, ഇതൊന്നും എനിക്ക് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം അല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നടന്നോളൂ. ഇനി നമുക്ക് എങ്ങനെ ടോക്കൺ ജനറേറ്റ് ചെയ്യുന്നു നോക്കാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയാലും ഇത് ഹൈഡ് ചെയ്ത് വെച്ചേക്കാം. നമുക്കൊരു JWT ടോക്കൺ ക്രിയേറ്റ് ചെയ്യാം അല്ലേ. ടോക്കൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, JWT നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യാം, npm install JSON വെബ് ടോക്കൺ എന്നാണ് നമ്മുടെ പാക്കേജിന്റെ പേര്. ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ സിമ്പിൾ ആണ്. ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ റിക്വയർ ചെയ്യണം. JWT എന്ന് കൊടുക്കാം, റിക്വയർ JSON വെബ് ടോക്കൺ. നമ്മൾ ഇതിനകത്ത് അത് യൂസ് ചെയ്യണം അല്ലേ. നമുക്ക് JWT ടോക്കൺ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു പേലോഡാണ്. നമ്മളൊരു പേലോഡ് ക്രിയേറ്റ് ചെയ്യണം. എന്താണ്, നമുക്ക് ഇതിനകത്ത് പാസ് ചെയ്യേണ്ട ഡേറ്റയാണ് ഈ പേലോഡിനകത്ത് വരുന്നത്. നമുക്കിപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താണ് കിട്ടുന്നത്, പാസ്വേഡ് മാച്ചിങ് ആണെങ്കിൽ നമുക്ക് ID കിട്ടുന്നുണ്ട് അല്ലേ. നമ്മൾ അവിടെ ID ആയിരുന്നു എടുത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്തിരുന്നത് അല്ലേ. സെഷൻ്റെ അകത്ത് നമ്മൾ ID സ്റ്റോർ ചെയ്തു അല്ലേ. അതായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ID എടുത്തിട്ട് ഈ JSON വെബ് ടോക്കണിൻ്റെ അകത്ത് പേലോഡിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം. റോസ് ഓഫ് ID, പിന്നെന്ത് സ്റ്റോർ ചെയ്യാം, നമ്മൾ യൂസർ ID, പിന്നെന്താ എടുക്കുന്നത് ID, യൂസർ പാസ്വേഡ്. നമുക്ക് വേണമെങ്കിൽ സെർവറിൽ നിന്ന് എന്തുകൂടെ എടുക്കാം, ഈ യൂസറിന്റെ പേരൂടെ എടുക്കാം. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ യൂസറിന്റെ പേര് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് യൂസർ നെയിം കൂടെ വേണമെങ്കിൽ എടുക്കാം അല്ലേ. അപ്പൊ നമ്മളിവിടെ ID യൂസർ നെയിം പാസ്വേഡ്, യൂസർ നെയിം കൂടെ എടുക്കാം അല്ലേ. അപ്പൊ നമ്മൾ ഈ യൂസർ നെയിം കൂടെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇത് നമ്മുടെ ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ എഴുതാം, കുഴപ്പമില്ല. ഓക്കെ, തൽക്കാലം ഇങ്ങനെ നടക്കണം. അപ്പോൾ IDയും യൂസർ നെയിം വെച്ചിട്ട് ഞാൻ ഒരു പേലോഡ് ഉണ്ടാക്കി. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി ടോക്കണിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. നമ്മുടെ ഒരു സീക്രട്ട് കീ വേണം. ഫസ്റ്റ് നമുക്കൊരു സീക്രട്ട് കീ ഉണ്ടാക്കാം. നമുക്ക് ഇത് ഒരു റാൻഡം സ്ട്രിംഗ് കൊടുക്കാം, JWT സീക്രട്ട് കീ ഉണ്ടാക്കി. ഇനി ഈ കീ വേണം, നമ്മൾ ഈ കീ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ ടോക്കൺ ജനറേറ്റ് ചെയ്യാനായിട്ട് സൈൻ ചെയ്യാം. അതിനായിട്ട് കോൺസ്റ്റ് ടോക്കൺ, നമ്മളിവിടെ ഒരു ടോക്കൺ ഇവിടെ ഇട്ടായിരുന്നു അല്ലേ, ഇത് വേണം നമുക്ക് താഴെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ടോക്കൺ ഈക്വൽ ടു എന്താണ്, നമ്മുടെ JWT ഡോട്ട് സൈൻ കൊടുക്കണം. JWT സൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നത് ഇവിടെ പറയുന്നുണ്ട് അല്ലേ. പേലോഡ് കൊടുക്കണം, അതേപോലെ ഒരു സീക്രട്ട് കൊടുക്കണം, അതേപോലെ എന്താണ് നമ്മുടെ എന്തെങ്കിലും എക്സ്പയറി ടൈമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പേലോഡ്, നമ്മൾ പേലോഡ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പേലോഡ്. അതേപോലെ നമുക്ക് സീക്രട്ട് എവിടെ നിന്നായിരുന്നു, നമ്മുടെ ENVക്കകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സീക്രട്ട് അല്ലേ, JWT സീക്രട്ട് കീ. process dot env dot JWT സീക്രട്ട് കീ. ഇനി മൂന്നാമത് നമുക്ക് എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇതിന് ഒരു എക്സ്പയറി ടൈം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് എക്സ്പിറേഷൻ കൊടുക്കാൻ വേണമെങ്കിൽ എക്സ്പയർസ് ഇൻ വേണ്ട, എക്സ്പയർസ് ഇൻ എത്ര മിനിറ്റ് എക്സ്പയർ ചെയ്യണം, ഒരു 24 hours കൊടുക്കാൻ വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ നോർമൽ ബ്രൗസറിന് 30 minutes നമുക്ക് കൊടുക്കാം. 30 minute എക്സ്പയർ കൊടുക്കാം. സൈൻ ചെയ്തു, ടോക്കൺ കിട്ടി. ടോക്കൺ കിട്ടിയോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഈ ടോക്കൺ ഇവിടെ പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓൾറെഡി നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. സബ്മിറ്റ് കൊടുക്കുന്നു. ഇതാ നമുക്ക് JWT ടോക്കൺ കിട്ടി കണ്ടോ. അപ്പൊ നമുക്ക് ടോക്കൺ ക്രിയേറ്റ് ആയി. ഇനി ഈ ടോക്കൺ നമ്മൾ യൂസറിന് കൊടുത്തല്ലോ, API കോൾ ചെയ്തപ്പോൾ API കോൾ ചെയ്ത് നമുക്ക് ടോക്കൺ കിട്ടി. ആ ടോക്കൺ വെച്ചിട്ടാണ് പിന്നീടുള്ള റിക്വസ്റ്റുകളെല്ലാം നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ ഈ ടോക്കൺ നമ്മൾ ഇനി എന്ത് ചെയ്യണം,
ഓരോ റിക്വസ്റ്റിലും നമ്മൾ തിരിച്ച് ടോക്കൺ കൊടുത്തുകൊണ്ടിരിക്കണം അല്ലേ? അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ടോക്കൺ നമുക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേന് ബാക്ക് എൻഡിൽ നമ്മളിത് വെരിഫൈ ചെയ്യണം ആണല്ലോ. നമുക്ക് പുതിയൊരു റൗട്ട് എഴുതാം. പുതിയൊരു റൗട്ട് നമ്മൾ എക്സാമ്പിളിനായിട്ട് നമുക്ക് ടോക്കൺ വെരിഫൈ എന്ന് തന്നെ കൊടുക്കാം. ശരിക്കും യൂസ് കേസ് ഇങ്ങനെയൊന്നുമല്ല. നിങ്ങൾ അതായത് എന്തെങ്കിലും ഒരു ഫംഗ്ഷനാലിറ്റി നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നതേ ഉള്ളൂ. ഗെറ്റോ പോസ്റ്റ് എന്തെങ്കിലും പോട്ട് നമുക്ക് ടോക്കൺ ആണ് വെരിഫൈ ചെയ്യേണ്ടത് അല്ലേ? ഇത് ഹെഡറിലായിരിക്കും പോകുന്നത്. അതിനാൽ തന്നെ ഗെറ്റ് ആയാലും പോസ്റ്റ് ആയാലും കുഴപ്പമില്ല. നമുക്ക് ഇവിടുന്ന് വേറെ ടോക്കൺ സെലക്ട് ചെയ്യണം. വേറെ ടോക്കൺ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ടോക്കൺ എടുത്തിട്ട് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. നമ്മളപ്പോൾ ടോക്കൺ ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വേറെ ടോക്കണിലേക്ക് ഓത്തറൈസേഷൻ്റെ അകത്ത് എന്നിട്ട് നമ്മൾ API/verify ടോക്കൺ എന്ന് പറഞ്ഞൊരു റൗട്ടിലേക്കാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ റൗട്ട് എഴുതാം. ഇത് കുറെ കൺജസ്റ്റഡ് ആവുന്നുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ റിമൂവ് ചെയ്യും. തൽക്കാലത്തിന് മാത്രം ഇട്ടെന്നേ ഉള്ളൂ. ടോക്കൺ ഡോട്ട് ഗെറ്റ് അല്ലെങ്കിൽ നമുക്ക് വേറെ ഫയലിലേക്ക് മാറ്റും. എന്തെങ്കിലും ചെയ്യാം. വെരിഫൈ ടോക്കൺ ഇതാണ് നമ്മുടെ ഗെറ്റ് റിക്വസ്റ്റ്. ഇതിൻ്റെ അകത്തേക്കായിരിക്കും നമുക്ക് എന്ത് വരുന്നത്? നമ്മുടെ ടോക്കൺ വെരിഫൈ ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണിത് അല്ലേ? അല്ലെങ്കിൽ ടോക്കൺ വെരിഫൈ ചെയ്യാനുള്ള API റിക്വസ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർമലി ഓരോ റിക്വസ്റ്റിന്റെയും കൂടെ ഈ ടോക്കൺ നമ്മൾ പാസ് ചെയ്യും. ടോക്കൺ പാസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഡയറക്റ്റ് ടോക്കൺ എടുത്ത് ചെക്ക് ചെയ്യും വാലിഡ് ടോക്കൺ ആണോ എന്ന്. എന്നിട്ട് മാത്രമേ ഈ യൂസറിനെ പ്രൊസീഡ് ചെയ്യിപ്പിക്കത്തുള്ളൂ. ഓത്തറൈസ്ഡ് യൂസർ മാത്രമാണ് കാണേണ്ടതെങ്കിൽ. അങ്ങനത്തെ കേസിൽ നമ്മളൊരു മിഡിൽ വെയർ ഒക്കെ എഴുതി ആ മിഡിൽ വെയറിൻ്റെ അകത്തായിരിക്കും ഓത്തറൈസേഷൻ ചെക്ക് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഞാൻ എങ്ങനെ ടോക്കൺ വാലിഡേറ്റ് ചെയ്യാം, ഇൻകമിംഗ് ടോക്കൺ എങ്ങനെ വാലിഡേറ്റ് ചെയ്യാം യൂസർ ഓത്തന്റിക്കേറ്റഡ് ആണോ നോക്കാനായിട്ട്, അത് മാത്രം കാണിച്ചു തരുന്നേ ഉള്ളൂ. നമുക്ക് പിന്നീട് അത് ക്ലിയർ ആയിട്ട് ചെയ്യാം. ഇവിടെ റിക്വസ്റ്റ് റെസ്പോൺസ് വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഹെഡർ എടുക്കണം. എനിക്ക് ഫസ്റ്റ് ഹെഡർ എടുക്കാനായിട്ട് ഞാൻ ഓത്ത് ഹെഡറിനോ എന്തെങ്കിലും കൊടുക്കുന്നു. ഓത്ത് ഹെഡർ. ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ റിക്വസ്റ്റിൻ്റെ അകത്ത് ഹെഡേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഹെഡർ അല്ല, ഹെഡേഴ്സ് ഡോട്ട് ഓത്തറൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, ഈ പ്രോപ്പർട്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആ വേറെ ടോക്കൺ കിട്ടും. നമ്മൾ അത് ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അതിനായിട്ട് ഓത്ത് ഹെഡർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓത്ത് ഹെഡർ ഇല്ല എങ്കിലോ അല്ലെങ്കിൽ ഓത്ത് ഹെഡറിൻ്റെ അകത്ത് നമ്മുടെ ഈ ഒരു വേറെ ടോക്കൺ എന്ന് പറഞ്ഞുകൊണ്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലോ, അപ്പോൾ സ്റ്റാർട്ട്സ് എടുത്ത് കൊടുക്കാം. നമുക്ക് വേറെ എന്ന് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പേസ് കൂടെ കൊടുക്കും. കാരണം നമുക്ക് ഇവിടെ വേറെ ടോക്കൺ സെലക്ട് ചെയ്തു, ഇവിടെ നമ്മൾ ടോക്കൺ പാസ് ചെയ്യുന്നു. ഈ പാസ് ചെയ്യുന്ന ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പോകുന്നത് നമ്മുടെ ബാക്ക് എൻഡിലേക്ക് പോകുന്നത് വേറെ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ആയിരിക്കും. ഈ സ്പേസ് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് താഴോട്ട് പോയത്. വേറെ എന്ന് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ടായിരിക്കും നമുക്ക് എവിടെ പോകുന്നത്? ബാക്ക് എൻഡിലേക്ക് ഈ ഡാറ്റ പോകുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആ റിക്വസ്റ്റിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ബെയറർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പേസ് ഇത്ര സാധനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത്. ഇങ്ങനെയല്ല സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലോ അല്ലെങ്കിൽ ഓത്ത് ഹെഡർ ഇല്ല എന്നുണ്ടെങ്കിലോ നമുക്ക് ആദ്യം എറർ അടിക്കണം. മെസ്സേജ് യൂസർ നോട്ട് ഓത്തറൈസ്ഡ് അല്ലെങ്കിൽ ഓത്തന്റിക്കേറ്റഡ്. നമ്മളിവിടെ വന്നിട്ട് ഈ ടോക്കൺ കൊടുക്കുന്നില്ല, നോ ഓത്ത് കൊടുക്കുന്നു. ഞാൻ ഇവിടുന്ന് ഇതേ API കോൾ ചെയ്യുന്നു, യൂസർ നോട്ട് ഓതന്റിക്കേറ്റഡ് എന്നല്ലേ. പക്ഷെ നമുക്ക് ഇപ്പോഴും സ്റ്റാറ്റസ് 200 ആണ്. നമ്മുടെ സ്റ്റാറ്റസ് മാറിയിട്ടില്ല. സ്റ്റാറ്റസ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കണം. എങ്ങനെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്നത്? അത് സിമ്പിൾ ആണ്. ഇവിടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്താൽ മതി. സ്റ്റാറ്റസിൻ്റെ അകത്ത് നമ്മൾ സ്റ്റാറ്റസ് എത്ര എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. യൂസർ ഓതന്റിക്കേറ്റഡ് അല്ലെങ്കിൽ 401 ആണ് നമ്മൾ നോർമലി കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നുകൂടെ റൺ ചെയ്യുന്നു. ഇവിടെ 200 ആയിരുന്നു, റൺ ചെയ്ത് നോക്കി. ഇപ്പൊ 401 അൺഓത്തറൈസ്ഡ് വന്നു. ക്ലിയർ ആയോ? അപ്പൊ ശരിയായിട്ടുള്ള സ്റ്റാറ്റസ് കോഡ് റെസ്പോൺസിൽ കൊടുത്തു. അതേപോലെ യൂസർ നോട്ട് ഓതന്റിക്കേറ്റഡ് പറഞ്ഞു. ഫസ്റ്റ് കേസ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ബെയർ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ ഓതന്റിക്കേറ്റഡ് അല്ല എന്ന് പറയുന്നു. ഇനി അങ്ങനെ ഒരു ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു ടോക്കൺ അതിൻ്റെ അകത്ത് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം അല്ലേ? അതിനായിട്ട് നമ്മുടെ ഈ ഓത്ത് ഹെഡറിൻ്റെ അകത്തുനിന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കണം ഡേറ്റ. എന്ത് വെച്ചിട്ടാ? നമുക്കിപ്പം എന്ത് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? ഞാനിപ്പോൾ ബെയർ ടോക്കൺ കൊടുത്തു. ഈ ടോക്കൺ ഇവിടെ കൊടുത്തു. നമ്മൾ പറഞ്ഞാൽ ഇതിനു മുമ്പ് ബെയറർ കാണും, അത് കഴിഞ്ഞിട്ട് സ്പേസും കാണും അല്ലേ? ഇവിടെ പറഞ്ഞു വിട്ട്. അപ്പൊ നമുക്ക് ഈ സ്പേസ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ഒരു സ്പേസ് കൊടുത്തു. ഈ സ്പേസ് വെച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഫസ്റ്റ് പൊസിഷനിലുള്ള ഡേറ്റ എടുക്കുന്നു. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അറേ ആയിരിക്കും കിട്ടുന്നത്. അറേയുടെ 0th പൊസിഷനിൽ നമ്മുടെ ഇത്രയും കണ്ടന്റ് ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് പൊസിഷനിൽ ആ ടോക്കൺ ആയിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പൊസിഷൻ എടുക്കുന്നത്. ഫസ്റ്റ് പൊസിഷൻ എടുത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ടോക്കൺ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമുക്ക് ആ വാല്യൂ കിട്ടും. അതായത് ഈ കിടക്കുന്ന ടോക്കൺ കിട്ടും. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമ്മൾ നമ്മുടെ ടോക്കണിനെ വെരിഫൈ ചെയ്യണം. ഈ ടോക്കൺ ശരിക്കുള്ള ടോക്കൺ ആണോ, വാലിഡ് ടോക്കൺ ആണോ, ആക്റ്റീവ് ടോക്കൺ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കണം. അതിനായിട്ട് ഫസ്റ്റ് നമുക്കൊരു സേഫ്റ്റി സൈഡിലായിട്ട് നമുക്കൊരു ട്രൈ ക്യാച്ച് കൊടുക്കാം. എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ ട്രൈ ക്യാച്ച് കൊടുക്കാം. 401
അൺഓതറൈസ്ഡ് തന്നെ കൊടുക്കാം. JSON മെസ്സേജ് എന്ന് കൊടുക്കാം. ഇൻവാലിഡ് ടോക്കൺ. ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ കൊടുക്കാം. നമുക്കിത് ഇന്ന് ടാമ്പർ ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ ഒരു എക്സ്ട്രാ ഡേറ്റ ഇടുകയെന്ന് വെച്ചാൽ ടാമ്പർ ചെയ്തിട്ട് സെൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ക്യാച്ചിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ട്രയൽ എന്തെങ്കിലും കൊടുക്കണം അല്ലേ? നമുക്ക് അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ടോക്കണിനെ വെരിഫൈ ചെയ്ത് നോക്കാം ഇത് വാലിഡ് ആണോ. വാലിഡ് ആകുമ്പോൾ ഇത് നമ്മൾ വെരിഫൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അതിനെ ക്യാച്ച് ചെയ്യാനാണ് നമ്മളിവിടെ എഴുതി വെച്ചേക്കുന്നത് അല്ലേ? നമുക്ക് ഡീകോഡ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ എന്ന് കൊടുക്കാം. JWT.verify എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. വെരിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ടോക്കൺ കൊടുക്കും. രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ട് കൊടുക്കേണ്ടത് എന്താ, നമ്മളിവിടെ കൊടുത്തിരുന്ന നമ്മുടെ സീക്രട്ട് കീ. ഈ സീക്രട്ട് കീ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് വെരിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ process.env.jwt secret key return response.json. നിങ്ങൾ സ്റ്റാറ്റസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് 200 ആയിരിക്കും സ്റ്റാറ്റസ് വരുന്നത്. അല്ലാത്ത കേസിലെല്ലാം നിങ്ങൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് പറഞ്ഞു കൊടുക്കണം, എന്നാൽ മാത്രമേ അത് എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് 200 ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും സെർവർ എറർ വന്നാൽ ഓട്ടോമാറ്റിക് 500 വന്നോളൂ. ഓക്കെ, അപ്പോൾ response.json നമുക്ക് ഡീകോഡ് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് റെസ്പോൺസ് കൊടുത്ത് നോക്കാം എന്താ വരുന്നത് നോക്കാം. ഓക്കെ, സബ്മിറ്റ്. ഇൻവാലിഡ് ടോക്കൺ വന്നു. ഇൻവാലിഡ് ടോക്കൺ വന്നത് എന്തുകൊണ്ട്, നമുക്ക് ഇവിടെ ഡീകോഡ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേന് എന്ത് പറ്റി, ഈ ടോക്കൺ നമ്മൾ ടാമ്പർ ചെയ്ത് വെച്ചിരിക്കുന്ന ടോക്കൺ ഇവിടെ 5 നമ്മൾ കൊടുത്തിരുന്നു അല്ലേ? അതിനാൽ തന്നെ ഇതിന്റെ ക്യാച്ച് ബ്ലോക്കിലേക്ക് പോയി ട്രൈ ക്യാച്ച് അതിനാണ് നമ്മൾ കൊടുത്തത്. ക്യാച്ച് ബ്ലോക്കിലേക്ക് പോയി എറർ എന്തെങ്കിലും ക്യാച്ച് ചെയ്യാനായിട്ട് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇൻവാലിഡ് ടോക്കൺ എന്ന് പറഞ്ഞ് റെസ്പോണ്ട് കൊടുത്തു. നമ്മളിപ്പോൾ ഇത് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ഒന്നുകൂടെ സെൻഡ് ചെയ്യാണ്. കണ്ടോ, നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ടോക്കണിന്റെ ഡേറ്റ എല്ലാം കിട്ടി. കണ്ടോ, IIT കണ്ടോ, ഇഷ്യൂ ചെയ്ത ടൈം ഇതുവരെയാണ് എക്സ്പയർ ചെയ്ത്, എല്ലാം ടൈം സ്റ്റാമ്പ് ആയിരിക്കും. ഇത് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഒരു JSON ഓതന്റിക്കേഷൻ നോർമലി ചെയ്യുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ദയവായി കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇല്ലെങ്കിലും അറിയിക്കുക. കാരണം എനിക്ക് നിങ്ങളിൽ നിന്ന് ഡയറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടുന്നില്ല, അതിനാൽ തന്നെ അറിയാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലോ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. മാക്സിമം ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതാണ്, എത്രയും വേഗം തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.